നമ്മൾ ശരിക്കും ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ ഡിസൈൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടിരുന്നു. അതിൽ നമുക്ക് പറയാനുള്ളത് ഡിസൈൻ ആര് ചെയ്താലും ഏത് ഡിസൈൻ എടുത്താലും ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അത് മാത്രം പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ സ്ട്രക്ചറിലായിരിക്കണം പണിയുക എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെയുള്ള സ്റ്റേഡിയംസ് ആണ് വേണ്ടത്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ നമ്മൾ കളി കാണുമ്പോൾ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്, നമ്മൾ ഇവിടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് തലമുറയിട്ട് ചാൻഡ് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ സൗണ്ട് ഗ്രൗണ്ടിലേക്ക് എത്തണമെങ്കിൽ ഡബിൾ പവറിൽ നമ്മൾ ഒച്ച ഉണ്ടാക്കണം. കാരണം കളി അങ്ങാണ് നടക്കുന്നത്, നമ്മൾ ഗാലറി ഒരുപാട് ദൂരെയാണ്. ശരിക്കും ഒരു ക്വാളിറ്റി ഇന്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഗാലറി എപ്പോഴും ഗ്രൗണ്ടുമായിട്ട് ക്ലോസ് ആയിരിക്കും, എങ്കിലേ നമുക്കൊരു ഹോം അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ഈ സ്റ്റേഡിയം എങ്കിലും നമുക്ക് അങ്ങനെ പണിയാൻ കഴിയണം. അല്ലാതെ സെന്ററിൽ ഫുട്ബോളിനുള്ള പിച്ച്, ചുറ്റും ഒരു എന്താ പറയാ സിന്തറ്റിക് ട്രാക്ക്, റണ്ണിങ്ങിനുള്ളത്, അപ്പുറത്ത് ഹൈ ജമ്പ് ചാടാനുള്ളത്, ലോങ് ജമ്പ് ചാടാനുള്ളത്, മറ്റാണെങ്കിൽ അതിന്റെ അപ്പുറത്തോട്ട് മാറ്റി ഒരു വോളിബോൾ കോർട്ട്, അങ്ങനെയുള്ള ഒരു പരിപാടി പിടിക്കാതെ, അങ്ങനെയുള്ള ഒരു ഡിസൈൻ സെറ്റ് ചെയ്യാതെ പക്ക പ്രോപ്പർ ഫുട്ബോളിന് വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റേഡിയം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് മികച്ച ഒരു സംഭവം തന്നെയായിരിക്കും. കാരണം നമുക്ക് പക്ക ക്ലോസ് ആയിരിക്കണം, ഗ്രൗണ്ടുമായിട്ട് ക്ലോസ് ആയിട്ടിരുന്ന് കളി കാണാൻ കഴിയുന്ന ഒരു സ്റ്റേഡിയം ആണ് ശരിക്കുമുള്ള ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡിസൈൻ ഇതിനു വേണ്ടി സ്വീകരിക്കണം എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്. പറ്റുമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. കഷ്ടമുണ്ട്. ഓക്കെ, താങ്ക് യു.